ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആദ്യമായിട്ട് ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ടു ഓഫ് കപ്സിൻ്റെ എനർജി കാണിച്ചു തരുന്നത്. ഭയങ്കരമായിട്ട് അവർക്ക് പഴയതുപോലെ തന്നെ ഒരുപാട് സെലിബ്രേഷൻസ് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതായത് ഒരുപാട് മൊമെൻറ്റ്സുകൾ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സുകളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങൾ ഒരുപാട് സന്തോഷിച്ചിട്ടുള്ള ഓരോരോ മൊമെൻറ്റ്സുകളൊക്കെ. അപ്പം അതൊക്കെ ഇനി വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സോ ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. കാരണം ഒരു റീയൂണിയൻ വീണ്ടും കൂടി ചേരാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് ആർട്സിൻ്റെ ഇതൊക്കെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളായിരുന്നു ഭയങ്കരമായിട്ട് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചത് നിങ്ങൾ വന്നതിന് ശേഷമാണ് എന്നുള്ളൊരു കാര്യമാണ് അവർക്ക് എപ്പോഴും തോന്നുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് മാറിയിട്ടുള്ള ആ ഒരു ടൈം തൊട്ട് അവർ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ്. ഈ ഒരു ടൈമിൽ അവർ ശരിക്കും അവരുടെ ലൈഫിൽ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. എന്ത് കാര്യം ചെയ്തിട്ടും അതെല്ലാം ഫ്ലോപ്പായി പോകുന്നു. ഏതൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ടും ഒരു പ്രയോജനം ഇല്ലാത്ത പോലെ. കാരണം ഒന്നും തന്നെ ഒരു ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ല. അവർ ഉദ്ദേശിച്ച രീതിയിൽ ഒരു ഔട്ട്പുട്ട് ഒന്നിൽ നിന്നും കിട്ടുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് ഒരു ലോസറായിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യുകയാണ്. ഒന്നിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം അവർക്ക് കിട്ടാതെ വരുന്നുണ്ട് ലൈഫിൽ പല കാര്യത്തിലും. അപ്പോൾ അവർ വിചാരിക്കുന്നത് നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ്. അവർ നിങ്ങളായിരുന്നു അവരുടെ എല്ലാ പോസിറ്റീവായിട്ടുള്ള എനർജീസും അവർക്ക് കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭാവത്തിൽ അവർ ഭയങ്കരമായിട്ട് സീറോ ആയി പോയി എന്നുള്ളൊരു അത്തരം ഒരു തോട്ട്സാണ് അവർക്കുള്ളത്. അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. ഫൈവേഴ്സ് വാട്സിൻ്റെ എനർജി കാണിച്ചു തരുന്നത് ആ ഒരു കാര്യമാണ്. പക്ഷേ അവർക്ക് ഒരു പക്ഷേ അവരിപ്പോൾ ഒരുപാട് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവർ ഭയങ്കരമായിട്ട് വിഷമത്തിലാണ് എന്നുള്ളൊരു എനർജിയും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും സ്വാർട്സ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കാർഡ് അടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ നോക്കി കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു പേഴ്സണെ നിങ്ങൾ ചേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഇവരെ കുറിച്ചിട്ട് നോക്കി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നത് പുറമേ ഇവർ ഭയങ്കര ഓക്കെ ആണ്, നിങ്ങളില്ലെങ്കിലും ഇവർ ഹാപ്പി ആണല്ലോ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് തോന്നാം. അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യത്തിലെല്ലാം തന്നെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അതിലൊക്കെ തന്നെ ഇവർ ആക്റ്റീവായിട്ട് തന്നെ കാണുന്നുണ്ട്. അത് പക്ഷേ ഡേ ടു ഡേ ലൈഫിൽ അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലൈഫിലുണ്ടായിരിക്കാം. പക്ഷേ ഇത് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇവർ ഒട്ടും തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അവർ കംപ്ലീറ്റ്ലി ഭയങ്കരമായിട്ട് സഫർ ചെയ്തൊരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അവർ പുറമേ കാണുന്നതൊന്നും അല്ല അവരുടെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. അവർ മനസ്സിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലുള്ള അവസ്ഥ പോലും അവരുടെ ഇപ്പോൾ നിങ്ങളില്ല, അത് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമാണ്. അതുപോലെ തന്നെ അവർ ഒരുപാട് രീതിയിൽ അവർ സഫർ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഒരുപാട് രീതിയിലുള്ളൊരു ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളും, അല്ലെങ്കിൽ കരിയറിലായിരിക്കാം ചിലപ്പോൾ ഭയങ്കര പ്രഷറുള്ള ഒരു ജോബായിരിക്കാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ തന്നെ അവർ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടും ഭയങ്കരമായിട്ട് അവർ സഫർ ചെയ്തൊരു എനർജിയാണ്. പക്ഷേ പുറമേ നിന്ന് നോക്കി കാണുന്ന സമയത്ത് ഭയങ്കര കൂളായിട്ടും ഒക്കെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, അവർ ഒരുപാട് സഫർ ചെയ്തൊരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സിക്സ് ഓ കപ്സിൻ്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സിക്സ് ഓ കപ്സ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഇപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾ നോക്കുന്ന സമയത്ത് അവർ പല കാര്യത്തിലും എൻഗേജ്ഡ് ആയിട്ടും ഒക്കെ തന്നെ ആക്റ്റീവായിട്ടും ഒക്കെ കാണുന്നുണ്ടായിരിക്കാം. പക്ഷേ അവർ ഏതൊരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരുന്നാലും ലൈഫല്ലേ, ഇപ്പോൾ പല കാര്യത്തിലും പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒരു റൂമിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കാനുള്ള ഒരു അവസ്ഥയൊന്നും അല്ലായിരിക്കാം. ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആവേണ്ടതായിട്ടുള്ളൊരു ആവശ്യകത കാണുന്നുണ്ട്. പക്ഷേ എന്നാലും അവരുടെ മനസ്സിൽ അവരെല്ലാ കാര്യത്തിലും എൻഗേജ്ഡ് ആയിട്ടൊക്കെ നടന്നാലും അവരുടെ മനസ്സിലുള്ള ഓർമ്മയെന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം ഉള്ളതാണ്. ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും, ആരൊക്കെ ഇപ്പോൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും, എത്ര ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സിൽ അവർ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് എപ്പോഴും നിങ്ങളോടൊപ്പമാണ് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ആ ഒരു എനർജിയാണ് ഇവിടെ മനസ്സിലാവുന്നത്. സോ അപ്പോൾ അവരുടെ ഒരു ട്രൂ ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ഒരു മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പുറമേ കാണുന്ന ഒരു കാര്യത്തിൽ, അതായത് പുറമേ ആ ഒരു പേഴ്സൺ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിലും ഉള്ളിൽ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരു പക്ഷെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും
പല കാരണം കൊണ്ടും ചിലപ്പോൾ സാധിക്കാതെ വരുന്നുണ്ടായിരിക്കാം. കാരണം കുറേ അധികമായിട്ടുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത് പേഴ്സൺ ആണെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഒരുപാട് രീതിയിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. കൂടുതൽ പേര് ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ഒരു കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള അങ്ങനെ കുറേ കാര്യത്തിൽ അവർ സഫർ ചെയ്യുന്നുണ്ട്. അത്തരം ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ആ കാര്യം പോലും അവർക്ക് തീർക്കാനായിട്ടൊന്നും അതിൽ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പോലും ഒരു ടൈമോ അല്ലെങ്കിൽ ഒരു സാവകാശം ഇല്ലാത്തൊരവസ്ഥയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ കൂടുതലും നിങ്ങളിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്തവർ വരാനായിട്ടുള്ള ഒരു താമസം കാണുന്നത് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ക്ലാരിഫൈ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു 2 കാർഡ്സ് ആണ്. സെക്കൻഡ് ചക്ര കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ള ഇവിടെ കിട്ടിയിട്ടുള്ള എനർജി വീണ്ടും ഒരു ക്ലാരിറ്റിയോട് കൂടി തന്നെ വന്നിട്ടുണ്ട്. കാരണം ഫിനാൻഷ്യൽ ഇഷ്യൂസ് തന്നെയാണ് ഈ ഒരു സമയത്ത് അവർ ഫേസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടുതൽ പേരുടെയും റിലേഷൻഷിപ്പിൽ ഇപ്പോൾ റീഡിങ് കാണുന്ന നിങ്ങളുടെ കുറേ പേരുടെയെങ്കിലും റിലേഷൻഷിപ്പിൽ ഒരു വില്ലനായിട്ട് നിൽക്കുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് തന്നെയാണ്. ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് കുറേ അധികമായിട്ടുള്ള ആവശ്യകത അവർക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അതിപ്പോൾ ജോബിലുള്ള ഇഷ്യൂസ് തന്നെയായിരിക്കാം. മേ ബി സാലറിയിലുള്ള ഒരു ചേഞ്ചും കാര്യങ്ങളും അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച രീതിയിലൊരു സാലറിയും കാര്യങ്ങളും ഒന്നും തന്നെ ഇപ്പോൾ അവർ ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്നുണ്ടാവില്ല. സോ അങ്ങനെയുള്ള കുറേയധികം ഇഷ്യൂസ് അവർക്ക് പോലും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഫിനാൻഷ്യലി അവർ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ. ഒരുപാട് ആവശ്യങ്ങൾ റെസ്പോൺസിബിലിറ്റീസും കൂടി വരികയാണ്. പക്ഷെ അതൊന്നും നികത്താനുള്ള തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു പണം ഒന്നും തന്നെ അവരുടെ കയ്യിലുണ്ടാവില്ല. സോ അതിൻ്റെ ഒരു നെട്ടോട്ടത്തിലാണ് ഈ ഒരു പേഴ്സൺ എന്നുള്ളൊരു എനർജി ഇവിടെ ഫീൽ ആവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കൂടെയില്ല, നിങ്ങൾ അവരുടെ ഒരു സ്ട്രെങ്ത് ആയിരുന്നു എന്നൊക്കെ അവർക്ക് അറിയാം. സോ അതുകൂടി ഇല്ലാത്തൊരവസ്ഥയിൽ ഭയങ്കരമായിട്ട് നിങ്ങളെ അവർ മിസ്സ് ചെയ്യുന്നൊരു എനർജിയാണ്. കുറേ പേരെങ്കിലും നിങ്ങളിപ്പോൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ കുറേ കൂടി ഈ ഒരു പേഴ്സണെ മനസ്സിലാക്കാൻ ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണെന്നുള്ളൊരു കാര്യം ചിലപ്പോൾ കുറെ കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കൂടി റിലേഷൻഷിപ്പ് ബെറ്റർ ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുമായിരിക്കാം. കാരണം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ പോലും അവരുടെ കൂടെ ഇല്ല, നിങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള രീതിയിൽ അവർ വിഷമിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയാണ് ഇവിടെ റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ നമ്പർ 13 ആണ്. നമ്പർ 13 കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെനസ്ഡേ എന്നുള്ളൊരു ഡേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ലെറ്റർ എസ് ആണ്. ലെറ്റർ എസ് കിട്ടിയിട്ടുണ്ട്. നമ്പർ 33 ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. 33 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ജൂൺ മന്ത് ആണ്. ജൂൺ മന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലെറ്റർ ടി കിട്ടിയിട്ടുണ്ട്. മെയ് മന്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ള മറ്റൊരു ക്ലൂ എന്ന് പറയുന്നത് സോഷ്യൽ വർക്കർ എന്നുള്ളൊരു ക്ലൂ ആണ്. സോഷ്യൽ വർക്കർ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണോ. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ക്ലൂ എന്ന് പറയുന്നത് റീഡിങ് എന്നുള്ളതാണ്. റീഡിങ് കുറേയധികം ഇഷ്ടമായിട്ടുള്ളവരായിരിക്കാം. ബുക്സ് ഒക്കെ ഒരുപാട് വായിക്കാനായിട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം നിങ്ങളുടെ പേഴ്സണോ. നെക്സ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ലെറ്റർ എൻ ആണ്. ലെറ്റർ എൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൺഡേ എന്നുള്ളൊരു ഡേ ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഫെബ്രുവരി മന്ത് ആണ്. ഫെബ്രുവരി മന്ത് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത് ലെറ്റർ ആർ ആണ്. ലെറ്റർ ആർ കിട്ടിയിട്ടുണ്ട്. നമ്പർ 14 ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ലെറ്റർ കെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ജി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ള മറ്റൊരു ക്ലൂ ഒക്ടോബർ മന്ത് ആണ്. ഒക്ടോബർ മന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് കിട്ടിയിട്ടുള്ള നേഴ്സ് എന്നുള്ളൊരു ക്ലൂ ആണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു നേഴ്സ് ആയിരിക്കാം. ഓക്കെ, ഇവിടെ ലാസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള മറ്റൊരു ക്ലൂ സൺഡേ ആണ്. സൺഡേ എന്നുള്ളൊരു ഡേ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്ന് പറയുന്നത്.